അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലമാണ് കാണാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു 1000 വർഷത്തോളം പഴക്കമുള്ളൊരു കാസിലാണ്. അത് 11ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചിട്ടുള്ളൊരു കാസിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ട്രസ്റ്റിംഗ് ഹൗസൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കാസിലുള്ളത്. ഈ കാസിലിൻ്റെ പേര് ബുർഗ് റൈച്ചൻസ്റ്റൈൻ കാസിൽ എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അധികം സമയമൊന്നും എടുക്കില്ല, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയുള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര ഇവിടുന്ന് തുടങ്ങാം. ഇന്നത്തെയും പോലെ ഡാംസ്റ്റഡിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ പിടിക്കുന്നത്. എന്തായാലും നമ്മുടെ ട്രെയിൻ നമുക്ക് വേണ്ടി അവിടെ കാത്തു കിടക്കുന്നുണ്ട്. അധികം ഓടി സമയം പിന്നാലെ പോകുന്ന പരിപാടിയൊന്നുമില്ല. വണ്ടി അവിടെ കാത്തു കിടക്കുന്നുണ്ട്. കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സീറ്റ് കിട്ടി. അപ്പോൾ ഇനി എന്തായാലും നല്ല രീതിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഇവിടെ നേരെ മൈൻസിലേക്കാണ്. മൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ റൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംസ്ഥാനത്ത് ക്യാപിറ്റലായിട്ടുള്ള സ്ഥലമാണ്. ക്യാപിറ്റൽ സിറ്റിയാണ് ഈ മൈൻസ് എന്ന് പറഞ്ഞ സിറ്റി. ഇത് റൈൻ നദിയുടെ തീരത്തുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ ബിങ്കൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ബിങ്കനിന്ന് പിന്നെ ഈ ട്രസ്റ്റിംഗ് ഹൗസൻ എന്ന് പറഞ്ഞ സ്ഥലം അടുത്ത സ്റ്റേഷൻ. ഇപ്പോൾ ട്രസ്റ്റിംഗ് ഹൗസൻ എന്ന് പറഞ്ഞ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ വേറെ ഒന്നുമില്ല. ഈ കാസിലും പിന്നെ ഒരു മെയിനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ്. കുറേ ക്രൂയിസിങ് പരിപാടിയൊക്കെ ഉണ്ട് കപ്പലിൽ ഈ റൈൻ നദി കൂടെ. റൈൻ നദിയുടെ തീരത്താണ് ഈ കാസിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര തുടങ്ങാം. വാ, നമുക്ക് ഈ ജർമ്മൻ കൃഷികളും ഇവിടുത്തെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കണ്ടങ്ങനെ പോവാം. അധികം വൈകാതെ തന്നെ നമ്മൾ മൈൻസിലെത്തും. ജർമ്മനിയിൽ ഇഷ്ടം പോലെ കൃഷിയുണ്ട് കേട്ടോ. നമ്മുടെ നാടൊക്കെ പോലെ തന്നെ എല്ലാ ട്രെയിനിൽ പോകുമ്പോൾ കൃഷി മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒറ്റപ്പെട്ട ചില ഗ്രാമങ്ങളും വീടുകളും. പിന്നെ നമ്മളൊരു സിറ്റിയിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ മാറി മാറി നേരെ ആ ഒരു പട്ടണപ്രവേശം എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഈ പരന്ന് കിടക്കുന്ന ഈ നെൽപ്പാടമല്ല, ഇതെന്തിൻ്റെ കൃഷിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ കണ്ടമാനം പാടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഗൈസ്, ഇതാണ് നമ്മുടെ റൈൻ റിവർ. ഇത് ഭയങ്കര ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു റിവറാണ്, ഒരു നദിയാണ്. ഇത് നമ്മുടെ ഈ കാസിലുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അത് നമ്മളിപ്പോൾ വഴിയെ പറയാം. ഇത് ഈ റൈൻ നദിയുടെ തീരത്താണ് നമ്മുടെ ഈ മൈൻസ് എന്ന് പറഞ്ഞ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒരു 1.5 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഒരു 35ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് നമ്മുടെ ജർമ്മനിത്തെ ഈ മൈൻസ് എന്ന് പറഞ്ഞ സിറ്റി. പിന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സിറ്റിയാണ്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ പുറത്തിറങ്ങി അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനുള്ള സമയമില്ല. ഇത് പോയിട്ട് തിരിച്ചു വരണ്ട എനിക്ക്. പിന്നെ മാത്രമല്ല, ഞാൻ ചാർജറും എടുത്തില്ല. ഫോണിൻ്റെ ചാർജും തീരും. അപ്പോൾ നമ്മൾക്ക് ഇതിങ്ങനെ കണ്ടുപോകാം. ഇപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ അടുത്ത ട്രെയിൻ വരും. അപ്പോൾ ആ ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് അടുത്ത ട്രെയിൻ പിടിക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ ഈ മൈൻസ് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഷന് ജർമ്മനിയിൽ പറയുന്ന ഹോപ്റ്റ് ബാൻ ഓഫ് എന്നാണ്. അപ്പം നമ്മുടെ ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുക. നമുക്കിനി അതിൽ കയറാം. നമ്മുടെ അടുത്ത യാത്ര ബിങ്കനിലേക്കാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇനി നമ്മുടെ യാത്ര ഈ റൈൻ നദിയുടെ തീരത്ത് കൂടെ തന്നെയാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. ബിങ്കം വരെ, ട്രസ്റ്റിംഗ് ഹൗസൻ വരെയും അങ്ങനെ തന്നെയാണ്. ഒരു സൈഡിൽ റൈൻ നദി, ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഈ റെയിലും. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഈ നദി അതിൻ്റെ ചുറ്റുപാടൊക്കെ ഒരു നല്ല രീതിക്ക് അങ്ങനെ വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് എല്ലാ സ്ഥലവും കാണാൻ. എല്ലാ സ്ഥലവും നല്ല ക്ലീനാണ്. പിന്നെ ഇവിടെ ഒന്നും വലിയ മനുഷ്യരൊന്നുമില്ല. ഇപ്പോൾ ഈ ട്രസ്റ്റിംഗ് ഹൗസൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഒന്നുമില്ല. നിങ്ങൾ പോകുമ്പോൾ മനസ്സിലാവും, നമ്മളവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതാ നമ്മുടെ റൈൻ നദി. നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട് ആള്. ഇതെവിടുന്ന് അങ്ങനെയൊന്നും പോകുന്നില്ല. ഇതിന് എവിടെ വരെ ഉണ്ടാവും. ആ കാണുന്നതൊക്കെ മുന്തിരി കൃഷിയാണ്, വൈനിന് വേണ്ടി. ഇവിടെ വൈൻ നല്ല രീതിക്ക് ഈ മുന്തിരി കൃഷികൾ വല്ലാതെ ഉണ്ട്. എല്ലായിടത്തും കണ്ടമാന സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവർ നല്ലൊരു വൈൻ പ്രൊഡ്യൂസേഴ്സാണ് ജർമ്മനി വൈന് മാത്രമല്ല, ജർമ്മൻ ബിയറും ഒക്കെ അടിപൊളിയാണ്. ഇവർ ഈ ആൽക്കഹോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ ഭയങ്കര സെറ്റപ്പാണ്.
അങ്ങനെ നമ്മൾ ബിങ്കനിൽ എത്തിയിരിക്കുകയാണ്, ബിങ്കൻ ഓഫ് ബാനോഫിൽ. അപ്പം നമ്മുടെ ട്രെയിന് തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. നമുക്ക് വലിയ ദൂരം നടക്കുകയൊന്നും വേണ്ട. നമുക്ക് ട്രെയിനിലേക്ക് കയറാം. ആ പോകുന്ന ട്രെയിന് നമ്മൾ വന്ന ട്രെയിന് കോബ്ലൻസിലേക്കുള്ള ട്രെയിന്. ആ ട്രെയിൻ അങ്ങനെ കയറി കോബ്ലൻസ് പോയിക്കാൻ നമുക്ക് കൊളോൺ വരെ പോകാം. കൊളോണിലൊരു വലിയൊരു പള്ളിയൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം പോവാം. ഇനി ഇവിടുന്ന് നമുക്ക് ട്രസ്റ്റിംഗ് ഹൗസിലേക്ക് വെറും 4 മിനിറ്റിൻ്റെ യാത്രയുള്ളൂ, അധികം സമയമില്ല. അപ്പോൾ നമ്മൾ എത്തി, നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രസ്റ്റിംഗ് ഹൗസൻ ഒരു കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമില്ല. അങ്ങോട്ട് ഫുൾ ഒരു സൈഡ് കാടും മറ്റൊരു സൈഡ് റൈൻ നദിയാണ്. ഈ ട്രസ്റ്റിംഗ് ഹൗസിൽ ആകെ ഉള്ളത് ഈ കാസിലും പിന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനും മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പിന്നെ കുറച്ച് റെസിഡൻസ് ഉണ്ട്, അതൊക്കെയാണ്. അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറം മാറിയിട്ടാണ്. അപ്പോൾ തൊട്ടടുത്തൊന്നും ഒന്നുമില്ല. ഈ കാറൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഈ ട്രസ്റ്റിംഗ് ഹൗസിനൊക്കെ ഒന്ന് ശരിക്ക് ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. പിന്നെ ഈ റൈൻ നദിയിൽ ഒരുപാട് ഈ കപ്പൽ സഞ്ചാരമൊക്കെ ഉണ്ട്. നമുക്ക് ഈ ക്രൂയിസ് ഷിപ്പിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് അത് ഇങ്ങനെ കാണാം. പക്ഷെ അതൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം അതൊന്നും ചെയ്യുന്നില്ല, പിന്നീട് ഒരിക്കലാവാം. എന്തായാലും നമുക്ക് നമ്മുടെ വന്ന ലക്ഷ്യത്തിലേക്ക് പോകാം, കാസ്റ്റിലേക്ക് പോകാം. ഈ നമ്മുടെ ഈ ട്രസ്റ്റിംഗ് ഹൗസൻ ഓഫ് ബാനോഫിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ട്രസ്റ്റിംഗ് ഹൗസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വന്ന ട്രെയിൻ അതാ പോകുന്നു. ഇനി ഇവിടെ ചുറ്റമൊന്നുമില്ല, കുറച്ച് വീടുകളും പിന്നെ കുറച്ച് മാറി നമ്മുടെ കാസിലും പിന്നെ ഈ റൈൻ നദിയും മാത്രമേ ഉള്ളൂ. നല്ല സുന്ദരമായ കാഴ്ചകളാണ്. അതിലൂടെ കപ്പൽ പോകുന്നുണ്ട്. ഇനി നമുക്ക് കാസിലേക്ക് പോകണം. കാസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1000 വർഷത്തോളം പഴക്കമുള്ള കാസിലാണ്. 1000 വർഷം പഴക്കമുണ്ടായി. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ നദിക്കും ആ കാസിലിനും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ നദിയോടനുബന്ധിച്ചാണ് ഈ കാസിൽ കിടക്കുന്നത്. അപ്പം പണ്ട് നടന്ന കുറേ ചരിത്രങ്ങളിൽ ഈ നദിക്കും കാസിലിനും ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ പോയി കേൾക്കാം. അങ്ങോട്ട് ആ കാസിലേക്ക് പോവാം. കുറച്ച് നടക്കാനുണ്ട്, ഒരു വലിയൊരു മലയൊക്കെ കയറണം, എന്നിട്ട് വേണം കാസിലെത്താൻ. നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കണ്ടിട്ടുണ്ടാവും, ആ മിറർ വിൻഡോ കൂടെ കാസിലിൻ്റെ ഒരു ഭാഗം. നമുക്കൊരു കുന്നൊക്കെ കയറി മുകളിലേക്ക് പോകണം. അപ്പോൾ വാ നമുക്ക് പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ കാസിലിൻ്റെ കവാടം. ഇനി നമുക്ക് മുകളിലേക്ക് കയറണം. ഇങ്ങനെ ഒരു നമ്മുടെ വയനാട് ചുരം പോലെ ഇങ്ങനെ പഴഞ്ഞു കിടക്കുന്നൊരു വഴിയാണ്, അത് കൂടെ വേണം കയറാൻ. അപ്പോൾ നമുക്ക് മുകളിലെത്താം. മുകളിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്നത് ക്ലോസ്ഡ് ആണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ പോയി ടിക്കറ്റൊക്കെ എടുക്കണം, എന്നിട്ട് വേണം ഉള്ളിൽ പോകാൻ. എന്തായാലും നമുക്ക് മെല്ലെ മെല്ലെ മുകളിലേക്ക് കയറാം. ഇത് നമ്മുടെ കാസിലിൻ്റെ ഒരു ഭാഗമാണ് ഗൈസ്. താഴത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. ഇനിയും കുറേ കയറണം. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോൾ താഴത്തേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് മെല്ലെ അങ്ങോട്ട് കയറാം. അതാ കൈസ് ഒരു ക്രൂയിസ് ഷിപ്പ് പോകുന്നു. അതിന് എത്ര റേറ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പം എന്തായാലും നടക്കൂല, നമുക്ക് ദൂരത്തുനിന്ന് കാണാം അത്. അതാ നമ്മുടെ IC ട്രെയിൻ പോകുന്നു ഗൈസ്. ഇത് ഇൻ്റർസിറ്റി എക്സ്പ്രസ്. ഇത് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അത് കാണാവുന്നതാണ്. നല്ലൊരു യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. 300 കിലോമീറ്റർ വരെ സ്പീഡൊക്കെ പോകുന്നതാണ് പറയുന്നത്, പക്ഷെ ഞാൻ കയറിയപ്പോൾ അത്ര സ്പീഡൊന്നും പോയിട്ടില്ല. എന്നാലും എനിക്ക് ആ യാത്ര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിലും നല്ലൊരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു മനസ്സിന് കുളിർമയേകുന്ന ഒരു യാത്രയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ
അതിൻ്റെ ടിക്കറ്റിന് എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാം. ഈ ഡി ബിയുടെ ആപ്പ്, ഡ്യൂഷ് ബാൻ എന്ന് പറഞ്ഞ നമ്മുടെ ജർമ്മൻ റെയിൽവേയുടെ ആപ്പ് വെച്ച് എടുക്കാവുന്നതാണ്. എത്ര നേരത്തെ എടുക്കുന്നോ അത്രയും ടിക്കറ്റിന് വില കുറയും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി കാസിലേക്ക് മടങ്ങി വരാം. അങ്ങനെ നമ്മൾ കാസിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കാസിൽ. 1000 വർഷം പഴക്കമുള്ള കാസിലാണ്. നമുക്കിനി ടിക്കറ്റൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ മുന്നിലേക്ക് പോവാം. ഇനി എന്താ കാഴ്ചകൾ നോക്കാം. എന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. പിന്നെ ഈ താഴത്ത് കാണുന്നത് ഈ കാരവാൻസ് ഈ നദിയുടെ തീരത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ജർമ്മൻസ് വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ കാരവാൻസ് ഒക്കെ എടുത്ത് ഇവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പാർക്ക് ചെയ്ത് അവിടെ കുറച്ച് കാലം ജീവിക്കും. ആ കാണുന്ന ഒരു ഇത് അവരുടെ ജീവിതമാണ്. ഈ ഈ റെസ്റ്റോറൻറ്റ് ഇന്ന് ക്ലോസ് ആണ്. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഫുഡൊന്നും കിട്ടില്ല. നമുക്ക് റൈൻ നദിയിലേക്കാണ് നോക്കാം. അതൊരു ചരക്ക് കപ്പലാണ് പോകുന്നത്. ഇതിങ്ങനെ ഫ്രാങ്ക്ഫർട്ട് വരെ പോകാൻ പറ്റും കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ല. അതുകൊണ്ട് ഞാൻ ഈ ആർച്ചർ ടവറിൽ കുറച്ച് നേരം പോയിരിക്കാമെന്ന് വിചാരിച്ചു. ഇത് പണ്ടത്തെ അമ്പെയ്ത്തുകാർ നിന്ന് താഴത്തേക്ക് അമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പം അവിടെ ആരോ കാപ്പി കുടിച്ച കാപ്പിയുടെ കപ്പ് അവിടെ വെച്ചിട്ട് പോയിരിക്കുന്നു. എന്താല്ലേ. ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 10 യൂറോ ആണ് ടിക്കറ്റ്. ഞാൻ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഇനിയിപ്പം മുന്നിലോട്ടുള്ള നമുക്ക് ഒരു ബ്രോഷറും കിട്ടി. അത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായതുമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ഒരു ഇത് വെച്ച് അങ്ങോട്ട് മുന്നിലേക്ക് പോവാം. അവിടെ ഗൈഡ് വേണം. കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം. ഗൈഡിന് എക്സ്ട്രാ പൈസ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അതും നടന്നില്ല. അപ്പോൾ ഈ കാണുന്ന ഇവിടെ വെച്ചിട്ടുള്ള ബോർഡുകളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി ഗൂഗിൾ തപ്പിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയാൻ പോകുന്നത്. തെറ്റുണ്ടാവും. എന്തായാലും പല തെറ്റുകളും ഉണ്ടാവും. ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഇവിടെ ഈ കാണുന്ന നമ്മുടെ ഈ പീരങ്കികൾക്കൊന്നും ഈ കാസ്റ്റിനോളം പഴക്കമില്ല. ഇതൊക്കെ പുതിയതാണ്. ഈ ഒരു 300 വർഷം പഴക്കമുണ്ടാവും. ഈ കാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അത്രയും പഴക്കമുള്ള സാധനങ്ങളല്ലേ ഇതൊന്നും. അപ്പം ഇതിവിടെ അതിന് ശേഷം വന്നതാണ്. നമുക്കിനി മുന്നോട്ട് നീങ്ങാം. 11-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഈ കാസിൽ റെയ്ച്ചൻസ്റ്റൈൻ കാസിൽ നിർമ്മിക്കപ്പെട്ടത്. ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം 1213 വർഷം. എന്നിട്ട് ഇത് നിർമ്മിച്ച ആളുടെ പേര് ഫിലിപ്പ് വോൺ ഹോഹൻഫെൽസ് എന്ന് പറഞ്ഞ ആളാണ്. ഇദ്ദേഹം ആളൊരു നല്ല നടപ്പിൻ്റെ ആളല്ലായിരുന്നു. ഈ ഈ കാസ്ലി നദിയോട് ചേർന്നൊക്കെ ആയതുകൊണ്ട് ഈ ഈ കടൽ ഈ നദിയിൽ കൂടെ പോകുന്ന ഈ കച്ചവടക്കാരെയും ഒക്കെ ഇയാൾ ആക്രമിച്ച് അവരുടെ നിന്ന് കാശൊക്കെ തട്ടിപ്പറിക്കലും ഭയങ്കര ഒരു കള്ളക്കടത്ത് തന്നെ ആളിവിടെ ഒരു കൊള്ള തന്നെ നടത്തി ഈ ഒരു ഏരിയയിൽ. അങ്ങനെ ഇതിനെതിരായി പലരും വന്ന് അങ്ങനെ പല യുദ്ധങ്ങളും ഈ കാസിൽ കണ്ടു. അങ്ങനെ യുദ്ധങ്ങളൊക്കെ അവസാനം ഇദ്ദേഹം ഈ നമ്മുടെ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഇത് നിർമ്മിച്ച ആൾ അവസാനം കീഴടങ്ങി യുദ്ധങ്ങൾക്ക് അവസാനം. എന്നിട്ട് ഇയാൾ പിന്നെ നല്ല നടപ്പ് നടന്നു. എന്നാൽ ഇയാൾ അതിന് ശേഷം കുറച്ച് അധികമായിട്ട് ഈ കാസിലിൻ്റെ ചുമരുകൾക്കൊക്കെ വലിപ്പം കൂട്ടി ആർച്ചർ ടവറുകളൊക്കെ കൂടുതൽ പണിതും ഒക്കെ ഇത് വീണ്ടും സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നീടുണ്ടായ പല യുദ്ധങ്ങളും കഴിഞ്ഞ 1253 യുദ്ധത്തിൽ ഇത് പൂർണ്ണമായും തകർന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് വീണ്ടും പുനർനിർമ്മിച്ചാണ്. പിന്നെ ഈ ഈ മുൻസ്റ്റർ ചർച്ചുകാർ നമ്മുടെ മൈൻസിലുള്ള ഒരു ബിഷപ്പ് ഒക്കെ ഈ സ്ഥലം ഏറ്റെടുത്തു. പിന്നെ അവർ കുറച്ചു കാലം നല്ല രീതിക്ക് കൊണ്ടുനടന്നു. പിന്നീട് ഒരു ഫാമിലിക്ക് വിറ്റു. ഇപ്പം ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഒരു ഫാമിലിയാണ് ഇത് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അവരവരുടെ തന്നെ കാശൊക്കെ ഇറക്കി ഒരു നിയോ ഗോത്തിക് സ്റ്റൈലിൽ ഇത് റിനോവേറ്റ് ചെയ്ത് ഇന്ന് ഈ കാണുന്ന രീതിക്ക് ആക്കിയതാണ്. 1898 ഡോക്ടർ നിക്കോളാസ് ക്രിഷ് എന്ന ആളും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓൾഗയും ഇതിൻ്റെ മുതലാളിമാരായി, ഓണേഴ്സായി. അവരാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഈ കാസിൽ പുനർനിർമ്മിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് ആൾക്കാരെ ശിക്ഷിക്കാനുള്ള കുറേ ഉപകരണങ്ങളാണ്. കയ്യും തലയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ശിക്ഷിക്കാനായിരിക്കും. പിന്നെ മറ്റൊരു റബ്ബർ ഷീറ്റ് അടിക്കുന്ന പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കെട്ടി വെച്ച് രണ്ടറ്റത്തും കെട്ടി ഇങ്ങനെ വലിക്കുന്ന എന്തോ ഏർപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അവിടെ ഒന്നും കാര്യമായിട്ട് എഴുതിയൊന്നും വെച്ചിട്ടില്ല. എനിക്കൊരു ഗൈഡിനെ താങ്ങാനാവാത്തതുകൊണ്ട് ഞാൻ ഗൂഗിളൊക്കെ വെച്ച് അങ്ങനെ കണ്ടുപിടിച്ചാണ് ഇതെന്താ സംഭവം എന്ന്. ശരിയാവാം തെറ്റാവാം.
നമ്മളുടെ ഈ കാശിൽ നിന്ന് ഒരു രഹസ്യ വഴിയുണ്ട് പുറത്തേക്ക് കാടിന്റെ ഉള്ളിലേക്ക് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഒരു വിശ്വാസമാണ്. പക്ഷെ അത് ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് പാലക്കാട്ടുകാർക്ക് ഇതൊരു വലിയ സംഭവമല്ല. കാരണം ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ ടിപ്പു സുൽത്താൻ കോട്ടയിൽ നിന്ന് മൈസൂർ വരെ തുരങ്കമുണ്ടെന്നൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇവർ ഈ കാടിന്റെ ഉള്ളിലേക്കല്ലേ ഉള്ളൂ. നമുക്ക് സഹിക്കാം. ഗൈസ്, ഈ കാണുന്ന സാധനമാണ് ഇൻസെക്ട് ഷെൽട്ടർ. ഈ പ്രാണികൾക്കൊക്കെ ഈ തേനീച്ച, ഈ പലതരം ചെറിയ ചെറിയ ജീവികൾ അതിനൊക്കെ ഒരു ഭയങ്കര രീതിക്ക് പ്രൊട്ടക്ട് ചെയ്യും കേട്ടോ ജർമ്മൻസ്. അതിനൊന്നും തേനീച്ചേനൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ ഫൈനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനത്തെ ജീവികൾക്കൊക്കെ ഉള്ള ഒരു ഷെൽട്ടറാണ്. ഇതിൽ അവർക്കുള്ള ഭക്ഷണവും പിന്നെ അവരെ പിടിക്കാൻ വരുന്ന ജീവികളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി ഇവിടെ മനുഷ്യനിർമ്മിതമായുള്ളൊരു സാധനമാണിത്. മാൻ മെയ്ഡ് ആണിത്. ഇത് ഇത് ഒരു മോഡേൺ സംഭവമാണ്. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് പണിതാണ്. ഇത് പഴയതൊന്നുമല്ല. ഏഹ് അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഇനി കുറേ കയറാനുണ്ട്. ചെറിയ ഇടനാഴികളും ചെറിയ സ്റ്റെപ്പുകളും ഒക്കെ. ഒരു രണ്ടുപേർക്കൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഈ സ്റ്റെപ്പുകളൊക്കെ. സംഭവം ഈ കാശിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടയാണ്. ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതായത് ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കുക, ആവശ്യം വരുമ്പോൾ അറ്റാക്ക് ചെയ്യുക. അപ്പം ഇതൊരു കംഫർട്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഇതിന്റെ ഒരു സെറ്റപ്പ് ഭയങ്കര റോ ആണ്. ഭയങ്കര എന്താ അതിന് പറയൊരു പരുക്കൻ രീതിയിലാണ് ഈ കാസ്റ്റുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് പട്ടാളക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്നിരുന്ന ഒരു സ്ഥലമാണിത്. അപ്പം ഇവിടുന്ന് മുകളിലേക്ക് നമ്മൾ പോകുന്തോറും ഇവിടുന്നുള്ള കാഴ്ചകളും നല്ല ഭംഗിയാണ്. നമുക്ക് ഈ റൈൻ റിവർ ഒക്കെ ശരിക്കും കാണും. അത് കൂടെ എന്താണ് നടക്കുന്നത് ആ താഴത്തുള്ള കറക്റ്റ് വ്യക്തമായിട്ട് കാണാം. അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്രയും പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത ആൾക്കാരെ കൊള്ളയടിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ഈ സ്ട്രക്ചർ ശരിക്കും ഇഷ്ടപ്പെട്ടു, ഈ കോട്ട. കാരണം ഇതിനൊരു ഒരു ഒരു എടുത്തു പിടുത്തമില്ല. അതായത് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഒരൊറ്റ ഉദ്ദേശം മാത്രം: പ്രതിരോധിക്കുക, അറ്റാക്ക് ചെയ്യുക. ഡിഫെൻസ് ആൻഡ് അറ്റാക്ക്, അതിനുവേണ്ടി മാത്രമുള്ള സാധനമാണിത്. ആവശ്യം വന്നു കഴിഞ്ഞാൽ പട്ടാളക്കാരെ പുറത്തേക്ക് വിടാനും അത് കഴിഞ്ഞാൽ അവരെ അകത്തേക്ക് കയറ്റാനും ഉള്ള ഒരു സെറ്റപ്പ്. മാത്രമല്ല, പുറത്തുനിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാതിലുകളും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ഓരോ ഭാഗത്ത് 16 മീറ്റർ വരെ തിക്കായിട്ടുള്ള മതിലുകൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഭേദിച്ച് കടന്നു വരിക എന്ന് പറയുന്നത് ഒരു അന്നത്തെ കാലത്തുള്ള ടെക്നോളജി വെച്ച് നടക്കുന്ന കാര്യമില്ല. അപ്പൊ അന്ത കാലത്ത് ഈ കാശിലൊക്കെ അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് ഭയങ്കര ടീംസ് ആയിരിക്കണം. ഓക്കെ. എന്തായാലും നമുക്ക് ഇനി ഉള്ളിലേക്ക് പോകാൻ കുറെ കാണാനുണ്ട്. ഇനി ഒരു നിലയും കൂടി നമുക്ക് മുകളിലേക്ക് കയറണം. നമുക്കെന്നാ അങ്ങനെ കയറി പോവാം മുകളിലേക്ക്. മുകളിൽ നിന്ന് താഴത്തേക്കുള്ള കാഴ്ചകൾ കാണാം. എന്നാൽ നമുക്ക് ഇറങ്ങാം. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ ഒരു ചാപ്പൽ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണാം. ഓക്കെ. ഗൈസ്, ഈ കാണുന്നത് ഈ ചോളത്തിന്റെ ഒരു സംഭവമാണ്. ചോളത്തിൽ നിന്നാണ് ഇവിടെ ഈ താഴത്തുള്ള ഈ പാടത്തു നിന്ന് ഒരു വൈൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു സംഭവമാണ് താഴത്ത് കാണുന്നത്. പിന്നെ അങ്ങ് ദൂരെ കാണുന്നത് ഈ കപ്പലുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഡോക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഇവർ ആ യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്കിത് കാണാം. ആ ദ്വീപ് പോലെ കാണുന്നത് ആ ആ ഒരു സ്ഥലത്തിന്റെ പേരാണ് ക്ലെമൻസ് ഐലൻഡ് എന്നാണ് അതിന്റെ പേര് കേട്ടോ.
ആ കാണുന്ന ആ ആ ഒരു പാലം പോലത്തെ അത് പൊക്കാനും താഴ്ത്താനൊക്കെ പറ്റും. പണ്ട് പട്ടാളക്കാരെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണത് കേട്ടോ. അത് മൂവബിൾ ആണത്. പീരങ്കികളാണ് ഇവിടെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് അപ്പുറത്ത് താഴത്ത്. അത് അവിടെ പോയി നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ പുറത്തേക്ക് റൈൻ നദി നോക്കി നിൽക്കാം. നല്ല ഭംഗിയാണ്. അവിടെയും പീരങ്കികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചാപ്പലുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ബൗളിംഗ് ആലി എന്ന് പറഞ്ഞ സംഭവം. നമ്മുടെ മറ്റേ നമ്മൾ മോളിലൊക്കെ കണ്ടിട്ടില്ലേ 4-5 കുറ്റി വെച്ച് ബോൾ കൊണ്ട് എറിഞ്ഞു വീഴ്ത്തുന്ന പരിപാടി. അതുണ്ട് ഇവിടെ. അതൊക്കെ ഈ കാസിൽ പണിതതിന് വളരെ വർഷങ്ങൾക്ക് ശേഷം പണിതാണ്. പക്ഷെ സംഭവം എന്തൊക്കെ പറഞ്ഞാലും 10-200 വർഷം പഴക്കമുണ്ടാവും തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. കാരണം ഗൈഡ് ഇല്ലാത്തതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അവിടെ എഴുതി വെച്ചിട്ടുമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ മ്യൂസിയം ആണ്. ആ മ്യൂസിയത്തിലും കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഒരു 10-30 മിനിറ്റ് ഓളം ഉള്ള ഒരു വീഡിയോ ആണ്. ഏഹ് അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനിപ്പോൾ ഇനി ഈ കുറച്ച് സ്ഥലങ്ങളും കൂടി കണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് പക്ഷെ കുറച്ച് കാണാനുണ്ട് കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് ഇവിടുത്തെ ബൗളിങ്ങിന്റെ ആ ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. അതിന് തൊട്ടടുത്ത് തന്നെ ഞാൻ പറഞ്ഞ ചാപ്പലും ഉണ്ട്. ഈ ബൗളിങ്ങിന്റെ ഈ അലിയൊന്നും അത്ര പഴക്കമുള്ളതൊന്നുമല്ല. ഒരു 200-300 വർഷമൊക്കെ തന്നെ പഴക്കം ഉണ്ടാവുള്ളൂ. അതിന്റെ പിൻസൊക്കെ ഫുള്ള് മരം കൊണ്ട് തന്നെ ചെയ്തതാണ്. അത് അത്യാവശ്യം ഈ പുതിയ മോഡലിൽ നമ്മൾ ഈ മോഡലൊന്നും കാണുന്ന പോലത്തെ സാധനമൊന്നുമല്ല, പഴയതാണ്. പിന്നെ ഇതിന്റെ അടുത്തുള്ളൊരു കിണറുണ്ട്. നിങ്ങൾ ഈ ബൗളിങ്ങിന്റെ ഈ അരിയുടെ ഈ ഫ്ലോറിംഗ് ഒക്കെ ഉണ്ട്, പക്ക വുഡാണ്, പക്ക മരം കൊണ്ടുള്ള സാധനമാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയ സാധനം. ഇവരിതിപ്പോഴും ഇതേപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഈ കിണറിന്റെ ഉള്ളിൽ ഞാൻ നോക്കിയത് വെള്ളമല്ല, എന്തൊരു കട്ടിയുള്ളൊരു ലിക്വിഡാണ്. എന്തോ ഒരു സാധനം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് കിടക്കാം, ചാപ്പലിലേക്ക് കിടക്കാം. ചാപ്പല് ഇതേപോലെ ഒരു 200-300 വർഷം പഴക്കമുള്ള ഒരു ചാപ്പലാണ്. അതിന് അതിൻ്റെതായ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. വലിയൊരു പള്ളിയൊന്നുമല്ല, ചെറിയൊരു ചാപ്പലാണത്. അപ്പം അതും കണ്ട് നമുക്കിനി തൊട്ടപ്പുറത്തുള്ളത് മ്യൂസിയമാണ്. മ്യൂസിയത്തിലേക്ക് നടക്കാം. മ്യൂസിയത്തിൽ കുറേ മാൻകൊമ്പും ഇവിടുത്തെ ആർട്ട് വർക്കും അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. കുറേ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ഇവിടെ ഒരു ലൈബ്രറി, അങ്ങനെ പലതും കാണാനുണ്ട്. ഒക്കെ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കാം ബാ. അപ്പോൾ ഗൈസ്, നമുക്കങ്ങനെ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഇവിടെ ഈ ഒരു വേട്ടയാടി പിടിച്ച മൃഗങ്ങളും അതിൻ്റെയൊക്കെ ഈ അസ്ഥിയൊക്കെ ഇങ്ങനെ ഒരു അലങ്കാരമായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാനേ ഈ ഈ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ ഒരു ഫാമിലി ഫോട്ടോ കാണാം, അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അവരായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ്. അവരായിരിക്കും ഇത് വാങ്ങിയിട്ടുണ്ടാവുക. അവരായിരിക്കും വേട്ടയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അപ്പം അതൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇനി മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ അയൺ ആർട്സിൻ്റെ ഒക്കെ പിക്ചേഴ്സും അതൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാം നമുക്ക്. അപ്പം നിങ്ങളിത് കണ്ടു നോക്ക്. ഞാൻ ഈ ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ഈ മൃഗങ്ങളായിട്ട് കണ്ടിട്ടുള്ള മനുഷ്യനെയും കുറച്ച് പട്ടികളൊക്കെയാണ്. വേറെ ഒന്നിനെയും കണ്ടിട്ടില്ല. എനിക്ക് മനസ്സിലായി എന്താ കാണാത്തതെന്ന്. നോക്കുമ്പോൾ ഇതല്ലേ അവസ്ഥ. ഒരു സ്പീഷീസിനെ മുഴുവൻ ഒരു കൊന്നു തള്ളിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ബിൽഡിങ് മുഴുവൻ ഇതാണ് അവസ്ഥ. കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കണ്ട ആ കല്ലുകളും ആ മാപ്പും ബ്ലൂ പ്രിന്റുകളും പിന്നെ ബുക്കുകളൊക്കെ ഈ ഇവിടുത്തെ ഒരു ശേഖരമാണ്. ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈ കാസിൽ ഒരു റീബിൽഡ് ചെയ്യുമ്പോൾ അതിന് ഉപയോഗിച്ചിട്ടുള്ള ബ്ലൂ പ്രിന്റ്സ് ആണ്. പിന്നെ ആ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിലുള്ളത് മുഴുവൻ ഇത് പണിയാനുള്ള ചെലവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അവർ. നിങ്ങൾ ഈ ചുമരെ കാണുന്ന ഈ കറുത്ത തരം ഒരു മെറ്റൽ പ്ലേറ്റ് പോലത്തെ കാണുന്നില്ലേ, അതാണ് ഇവിടുത്തെ അയൺ ആർട്സ് എന്ന് പറയുന്ന സംഭവം. അത് നല്ല ഭംഗി. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇത് ഇവിടെ വെളിച്ചം കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് ഫോക്കസ് ഒന്നും ആവുന്നില്ല. ഞാൻ കുറച്ച് ഫോട്ടോസ് അവസാനം എന്തായാലും ഇടാം അതിൻ്റെ. ഓക്കെ.
ഇതാണ് ഇവിടുത്തെ ലൈബ്രറി. കുറേ പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റിയിട്ടില്ല. ഫുള്ള് ലോക്ക്ഡാണ്. നമുക്ക് അങ്ങനെ അങ്ങോട്ട് കയറാനുള്ളൊരു അവകാശവും അധികാരമൊന്നുമില്ല. പുറത്തുനിന്ന് കാണാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒക്കെ അതിൻ്റെ ആ പുസ്തകങ്ങളിലെ ആ പുറംകൂടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒക്കെ ഇതിനൊരു പഴയ ലുക്കുണ്ട്. അതങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ചീട്ട് കളിക്കുന്ന സ്ഥലമാണ്. പഴയ കാലത്ത് ഇവർ ചീട്ട് കളിച്ചിരുന്ന സ്ഥലമാണ്. കാർഡ് റൂമാണത്. കാർഡ് റൂം. ഇതാണ് ഇവിടുത്തെ ആയുധപ്പുര. പടച്ചട്ടകളും കുന്തങ്ങളും വാളുകളും തോക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കും കടക്കാനുള്ള ഒരു ഒരു വഴിയില്ല. പക്ഷെ ആ സാധനമൊക്കെ അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ പഴയ നൈറ്റ്സൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഏഹ് പടയാളികളൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണത്. അതങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുമില്ല. ഏഹ് ഗൈസ്, ഇത് കുറച്ച് പെയിന്റിങ്സ് ആണ്. ഓക്കെ. ഈ പെയിന്റിങ്സിലൊക്കെ ഉള്ളത് ക്ലോക്ക് ടവേഴ്സ് ആണ്. ഈ പെയിന്റിങ്ങിൽ ഇപ്പോൾ ഇവർ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് ടവേഴ്സിലെ ആ പെയിന്റിങ്ങിലുള്ള ക്ലോക്ക് ടവേഴ്സിൽ ഒരു വാച്ച് എന്തോ കയറ്റി വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫിസിക്കൽ ഒരു ക്ലോക്ക് ടവർ പോലെ തോന്നും. നിങ്ങൾക്ക് ആ കണ്ടാൽ മനസ്സിലാവും. സംഭവം ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്താണെങ്കിലും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കണ്ടിട്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇനി മുകളിലേക്ക് കയറി പോകണം. ഈ പോകുന്ന വഴിക്കൊക്കെ ഈ മൃഗങ്ങളുടെ അസ്ഥികളൊക്കെ തന്നെയാണുള്ളത്. അവിടെ ഒരു കേണലിൻ്റെ ഒരു റൂമുണ്ട്. അതങ്ങനെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. അയാളുടെ മെഡലുകളും ഒക്കെ തോക്കുകളും ഒക്കെ അതേപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. വാ. ഈ ഈ കേണലിലെ റൂം മുഴുവൻ ഇയാളുടെ മെഡലുകളും ഇയാളുടെ ഫാമിലി പിക്ചേഴ്സും പിന്നെ യൂണിഫോംസും ഒക്കെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു 10-200 വർഷം പഴക്കമുള്ള സാധനങ്ങളായിരിക്കാം. ഏഹ് ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട്. ആൾ ഇവിടുത്തെ ഒരു മെയിൻ ആളാണ്. അപ്പം എന്തായാലും ഈ കാസ്റ്റിൽ പണിത സമയത്തുള്ള ആ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ ഇത്. ഇത് വേറെ ആരോ ആണ്. ഓക്കെ. ഇനി നമ്മൾ ഏറെക്കുറെ തീർന്നു ഇതിൻ്റെ ഉള്ളിൽ ഈ മ്യൂസിയത്തിൽ. ഇനി മുകളിലേക്ക് പോകണം. ഒക്കെ ഈ മൃഗങ്ങളെ ഒക്കെ തന്നെയാണ്. നമുക്ക് അതൊക്കെ പോയി കാണാം. എല്ലാത്തിനും സാക്ഷിയായി റൈൻ നദി. നമുക്കിനി മുന്നോട്ട് പോവാം. ഈ പോകുന്ന വഴിക്ക് ഇവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വേട്ടയാടാനും ആൾക്കാരെ കൊല്ലാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളൊക്കെ കാണാം. നല്ല നീളം തോക്കുകൾ, വീരപ്പൻ്റെ കയ്യിലുള്ള പോലത്തെ തോക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുന്തങ്ങൾ, ഇതൊക്കെ ഇവിടെ ഫുള്ള് മൃഗങ്ങളുടെ ഈ കൊമ്പും തലയൊക്കെ തന്നെ ഉള്ളൂ. എത്രയോ എണ്ണത്തിനെ അവർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഞാനതാണ് ഇവിടെ വന്നേ പിന്നെ മൃഗങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ കാടൊക്കെ ഉണ്ട്, പക്ഷെ മൃഗങ്ങൾ കാണുന്നില്ല. ഞാൻ ആലോചിക്കാം, മൈസൂരൊക്കെ പോകുന്ന റൂട്ടിൽ ആ ബന്ദിപ്പൂരും ദിമ്പത്തിലൊക്കെ വെച്ച് എത്ര എത്ര മാനുകളൊക്കെ നമ്മൾ കാണുന്ന. ഇവിടെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോവാം. അതായത് ഈ കാസിലിൽ നമ്മൾ തീരുകയാണ്. ഈ മുകളിൽ പോയിട്ട് പഴയ ഒരു 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 ഇടനാഴി പോലത്തെ സ്ഥലമാണ്. 2 ആർച്ചർ ടവറിന്റെ ഇടയിൽ കൂടെ ഉള്ള അത് കൂടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പണ്ട് കുറെ ചരിത്രം ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഉറങ്ങിക്കിടക്കുന്ന പണ്ട് പട്ടാളക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അമ്പുകളൊക്കെ വരുന്ന അമ്പുകളൊക്കെ ഒഴിഞ്ഞു മാറിയും തിരിച്ച് അറ്റാക്ക് ചെയ്തുമൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണിത്. ഓക്കെ. അങ്ങനെ നമ്മൾ തീരുവായി. നമുക്കിനി തിരിച്ചു പോകണം. ഏറ്റവും വലിയ കോമഡി എന്താന്ന് പറഞ്ഞാൽ എനിക്കിനി ഒരു ട്രെയിൻ പിടിക്കണം. ഈ സ്ട്രെസ്റ്റിംഗ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിനുകളൊക്കെ കുറവാണ്. അപ്പം ഓൾറെഡി എനിക്കുള്ള ഒരു ട്രെയിൻ ക്യാൻസലായി. പിന്നെ ഇനി അരമണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് ലേറ്റാണ്. അതിനി 1 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ കുറച്ച് സമയം പുറത്തിങ്ങനെ ഇരിക്കണം. ഇവിടെ ഹോട്ടൽ പോലും ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ ഈ അയൺ ആർട്സിന്റെ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് ഇട്ട് തരാം. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഞാനിവിടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് കാസിലിനോട് വിട പറയുകയാണ്. ഞാൻ ഈ ട്രസ്റ്റിംഗ് ഹൗസിലെ ഈ നമ്മുടെ ഈ റൈൻ നദിയും അത് കൂടെ പോകുന്ന കപ്പലുകളൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ അയൺ ആർട്സ്. ഇതിന്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണിത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്.
ഓക്കെ. അപ്പോൾ ശരി, വീണ്ടും സന്ധിക്കും വരെ വണക്കം.